അതാണ് ഗതിമാറി ഒഴുകിയ പുഴ, അത് കുതിച്ചു പായുകയാണ്. അങ്ങേയറ്റം ദുഷ്കരമാണ് അവിടെ രക്ഷാപ്രവർത്തനം എന്നുള്ളത്. അന്വേഷി സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ളവർക്ക് പോലും, പ്രദേശവാസികൾക്ക് പോലും, ജനപ്രതിനിധികൾക്ക് പോലും ഇത് കണ്ടാൽ മനസ്സിലാകാത്തത്ര ആ രീതിയിൽ തുടച്ചു നീക്കപ്പെട്ട ഒരു പ്രദേശം. കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നും ഉരുൾപൊട്ടി വലിയ കല്ലുകളും മരങ്ങളും ഒക്കെ അത്ര ശക്തമായ രീതിയിൽ ഒഴുകി വന്ന് ഒരു പ്രദേശത്തെ ആകെ തുടച്ചു നീക്കിയ ഒരു കാഴ്ച. അതാണ് കഴിഞ്ഞ ദിവസം താൽക്കാലിക പാലത്തിലൂടെ മുണ്ടക്കൈയിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ പ്രതിനിധി അനുമോദ് അടക്കമുള്ളവർ കണ്ടത്. രക്ഷാപ്രവർത്തകർ അവിടെ എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ ഒരു നിമിഷമെങ്കിലും വിറങ്ങലിച്ച് നിന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും ബെയിലി പാലത്തിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത്. അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയത്ത് നമ്മൾ കണ്ണിന് താങ്ങാനാകാത്ത, മനസ്സിന് അംഗീകരിക്കാനാകാത്ത കാഴ്ചകൾ അവിടെ നിന്ന് കാണേണ്ടി വരും. മൃതദേഹാവശിഷ്ടങ്ങൾ പലയിടത്തു നിന്നും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും അധികം 276 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി, പക്ഷേ അതിലുമുപരി 200ഓളം പേരെ ഇനിയും കാണാനുണ്ട്, കണ്ടുകിട്ടാനുണ്ട് എന്നുള്ള ഭീതിപ്പെടുത്തുന്ന സത്യം അതുകൂടി നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കണം. എന്തായാലും ബെയിലി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് അവിടെ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നു. അദ്ദേഹം കോഴിക്കോട് ഇന്നലെ രാത്രിയുണ്ട്. അദ്ദേഹം വയനാട്ടിലേക്ക് രാവിലെ തന്നെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം മന്ത്രിമാർ ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരൊക്കെ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. അനീഷ്, ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതികൾ, അത് ആദ്യം മുതലേ ഉള്ള ആ രീതികൾ അങ്ങനെ തന്നെ അവലംബിച്ച് പോവുകയാണോ? അത് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം അതിൽ ഇന്ന് വരാനുള്ള സാധ്യതയുണ്ടോ? ഈ ബെയിലി പാലം നിർമ്മാണത്തിൻ്റെ കാര്യം അത് മാറ്റി നിർത്തിയാൽ കുറച്ചുകൂടി വേഗത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ അവിടെ? നമുക്കൊരു വേഗത കൈവരിക്കാൻ കഴിയുന്നുണ്ടോ അവിടെ? ഈ സർവകക്ഷി യോഗം ചേരുമ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളിലാകും തീരുമാനമുണ്ടാവുക? ഏറ്റവും പ്രതിസന്ധി എന്താണ് അവിടെ? തീർച്ചയായും ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തന്നെയാണ് ഈ മുണ്ടക്കൈ ഭാഗത്ത് ഏറ്റവും പ്രതിസന്ധി ഉയർത്തുന്നത്. കാര്യം ചൂരൽമല എന്ന പട്ടണമാണ് ഇതിനോട് ചേർന്ന് ഉള്ളത്. ഏറ്റവും സുന്ദരമായ ഇടങ്ങളിലൊന്ന്, വയനാട്ടിലെ ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്നായിരുന്നു ഈ ചൂരൽമല ഭാഗം. നമുക്കറിയാം, റിസോർട്ടുകൾ അടക്കമുള്ളവ, വലിയ സൗകര്യങ്ങളുള്ള, അങ്ങേയറ്റം ഗംഭീരമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന, ഒരു ദിവസം 10,000 രൂപ പോലും വാടക വാങ്ങുന്ന, നമുക്ക് വയനാടിലെ ഒരു ഉൾപ്രദേശമാണെങ്കിൽ പോലും അവിടുത്തെ അത്രയധികം നിരക്കുകളുള്ള ഒരു പ്രീമിയം സ്പോട്ടായി മാറിയ ഒരു സ്ഥലമായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് എത്തിപ്പെടൽ എന്നത് പല ഇടങ്ങളിലും ലഭ്യമല്ല. ഈ ഇത്തരം ഉന്നത ഇടങ്ങളിലേക്ക് പലപ്പോഴും ഓഫ് റോഡ് ജീപ്പുകളും മറ്റുമൊക്കെ പോകുന്ന ഒരു സാഹചര്യം. ഇവിടെയാണ് ഒരു പുഴ ഗതിമാറി ഒഴുകിയത്. പാലം തുടച്ചു നീക്കപ്പെട്ടത് ഒരു രക്ഷാപ്രവർത്തനത്തെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുന്ന. പുറത്തുനിന്ന് നോക്കിയാൽ ഒരുപക്ഷെ എന്താണ് അവിടേക്ക് പോകാൻ ഇത്ര താമസം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്ര അധികം താമസം വരുന്നുവെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പുഴ വരുത്തുന്ന വിന, അല്ലെങ്കിൽ ഈ ദിശ മാറി ഒഴുക്കുന്ന പുഴ ഒരു രക്ഷാപ്രവർത്തനത്തെ ആകെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം. യന്ത്രസാമഗ്രികളൊക്കെ നമുക്കറിയാം, വലിയ ലോറികളിൽ 10, 40, 50 ചക്രങ്ങളുള്ള ലോറികളിലൊക്കെയാണ് എത്തേണ്ടത്. ആ ലോറിക്ക് പോലും തട്ടിച്ച് കടന്നു വരാൻ പര്യാപ്തമായ വഴികളാണ് അവിടേക്കുള്ളത്. പലയിടത്തും എസ്റ്റേറ്റ് റോഡുകൾ എന്ന രീതിയിൽ, ആ രീതിയിലുള്ള ഒരു വഴിയാണ് ഈ ചൂരൽമല ഭാഗത്തേക്ക് ഉള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ കൂടെ വന്ന് സാധന സാമഗ്രികൾ അവിടേക്ക് എത്തുന്നത്. ഒപ്പം ഈ ഒരു ചെറിയ ഇടത്തിന് താങ്ങാവുന്നതിന്റെ അപ്പുറമാണ് അവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം. രക്ഷാപ്രവർത്തകർ മാത്രം ഏതാണ്ട് 1500-ലധികം പേർ അവിടെയുണ്ട്. ആ സൈന്യത്തിലെ ആളുകൾ, ആർമി, നേവി, എയർഫോഴ്സ്, അങ്ങനെ തുടങ്ങിയുള്ള സന്നദ്ധ നമ്മുടെ ശക്തികളായ സൈനികർ അവരുണ്ട്. മറുവശത്ത് ഈ കേരളത്തിന്റെ സ്വന്തം സൈന്യങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. എന്തിനേറെ ഈ തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഈ കനത്ത മഴയത്തും കാറ്റത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന KCB ഉദ്യോഗസ്ഥരെ പോലുള്ള മറ്റു വിഭാഗങ്ങൾ, ആരോഗ്യവകുപ്പിലെ ആളുകൾ ഈ ദുരന്ത ഭൂമിയിലുടനീളം അവർ ജാഗരൂകരായി എന്തെങ്കിലും ജീവന്റെ തുടിപ്പ് കിട്ടിയാൽ ഉടൻ അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയും ആവശ്യമായ സഹായം നൽകാനും സന്നദ്ധരായ
ഡോക്ടർമാരടക്കമുള്ള സംഘം, ഇങ്ങനെ വലിയൊരു സംഘമാണ് ഈ മലയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും പൂർണ്ണമായും എപ്പോഴും എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഉള്ള ഇടമ അല്ല എന്നതാണ് ഈ സ്ഥലത്ത് പറ്റിയ ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ. ആളുകളെ വഹിക്കാനുള്ള ശേഷി ഇല്ല. നമ്മൾ പണ്ട് കണ്ട കവളപ്പാറ അല്ലെങ്കിൽ പുത്തുമല ഒപ്പം ഈ പെട്ടിമുടി പോലുള്ള ഇടങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രമാണ് പോയത്. പക്ഷെ ഇതൊരു വിശാലമായ ഭൂപ്രദേശം ഒന്നടങ്കം ഒരു ഇരുട്ടി വെളുത്തപ്പോൾ തുടച്ചു നീക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ആയി മാറിയത്. അതുകൊണ്ട് ഇന്നലെ ഈ രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തിയെങ്കിൽ പോലും അവർക്ക് കൈവശമുള്ള ഈ കട്ടറുകളും മറ്റും ഒക്കെ ഉപയോഗിച്ച് മരങ്ങൾ മാറ്റുക, ഓഫ് റോഡ് ജീപ്പുകൾ, ഓഫ് റോഡിൽ ട്രക്കിംഗ് നടത്തുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ കൂടിയാണ് വയനാട്ടിലെ പലയിടങ്ങളിൽ. അത്തരത്തിലുള്ള ഓഫ് റോഡ് ജീപ്പുകൾ മലയുടെ മുകളിലേക്ക് ഈ പാലത്തിനപ്പുറമുള്ള മറ്റു ചില കാട്ടുവഴികളിലൂടെയാണ് അവർ ഓടിച്ചെത്തിയത്. അതിനുശേഷം ആ ഓഫ് റോഡ് ജീപ്പുകൾ ഉപയോഗിച്ച് വലിയ മരക്കഷ്ണങ്ങളും മറ്റുമൊക്കെ നീക്കാനുള്ള, കയറുകൾ കെട്ടി വലിച്ച് നീക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത്തരത്തിലൊക്കെ ആയിരുന്നു ഇന്നലെ നടന്നത്. പക്ഷെ എന്നാലും അവരുടെ കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരുടെ കാര്യങ്ങൾ കൊണ്ടോ ഈ ലഘു യന്ത്രഭാഗങ്ങൾ കൊണ്ടോ ഒന്നും നീക്കാൻ കഴിയാത്ത വിധം വലിയ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴും ദുരന്ത ഭൂമിയിലുള്ളത്. കാരണം വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ആണ് അവിടെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നത്. സാമാന്യം നല്ല രീതിയിൽ വീടുകൾ നിർമ്മിച്ച് താമസിച്ചിരുന്ന ആളുകൾ കൂടെയാണ്. കാരണം അവർ പലരും പറയുന്നുണ്ട്, ഒരു കാലത്തും ഇത്തരമൊരു വലിയ ദുരന്തം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഇടമായിരുന്നില്ല. പലപ്പോഴും ഈ വലിയ മഴയുടെ അലർട്ടുകളൊക്കെ ലഭിക്കുമ്പോൾ, റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ ലഭിക്കുമ്പോൾ താൽക്കാലികമായി അവിടെ നിന്നും ആളുകൾ മാറി താമസിക്കാറുണ്ടായിരുന്നു. ഈ റിസോർട്ടുകളിലും മറ്റുമൊക്കെ ആളുകളെ സ്വീകരിക്കുന്നത് ഇത്തരം ദുർഘടമായ കാലാവസ്ഥാ പ്രതിസന്ധികളിൽ മാറ്റിവെക്കാറുണ്ടായിരുന്നു. കാരണം ഈ മഴയോ മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടായാൽ അവിടെ നിന്ന് പുറത്തേക്ക് എത്തുന്നത് ദുഷ്കരമാണ്. ഒരു രക്ഷാപ്രവർത്തനവും അതീവ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ചില പ്രതിരോധങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സംഭവം ഉണ്ടായ ദിവസവും ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ നിരവധി ആളുകൾ അവിടെ നിന്നും മാറി താമസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കുറച്ചധികം ആളുകൾ ഈ അപകടത്തിൽ നിന്നും തലനാരിലേക്ക് രക്ഷപ്പെട്ടത് എന്ന് ഇന്നലെ തന്നെ പറയുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഈ ഭൂമിശാസ്ത്രപരമായി തന്നെ അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തെരച്ചിലിന്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന രക്ഷാതന്ത്രങ്ങൾ ആവില്ല ഇന്ന് ആവിഷ്കരിക്കുക. ഇന്ന് വലിയ യന്ത്രങ്ങൾ, യന്ത്രക്കൈകൾ അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ സ്ഥലത്തേക്ക് ദുരന്ത ഭൂമിയിലേക്ക് എത്തുമ്പോൾ അത് ഈ ഇന്നലെ വരെ നടന്ന പ്രവൃത്തികളുടെ വേഗത വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ കോൺക്രീറ്റ് പാളികൾ നീക്കുക, ഒപ്പം വീടിന്റെ 2 ആൾ പൊക്കം 3 ആൾ പൊക്കത്തിലാണ് ചില ഇടങ്ങളിൽ മണ്ണും മരങ്ങളും പാറക്കഷ്ണങ്ങളും ചെളിയുമെല്ലാം അടിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് ഈ അടിഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു വേണം ഓരോ ഇടത്തും ശ്രദ്ധാപൂർവമായ പരിശോധനകൾ നടത്തി വേണം തെരച്ചിൽ നടത്തേണ്ടത്. അതുകൊണ്ട് ഇന്നലെ കൈകൾ കൊണ്ടും കൈവശമുള്ള ഈ പിക്കാക്സ് പോലുള്ള ലഘുയന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ കട്ടർ പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിൽ ഇന്ന് പക്ഷെ കുറച്ചുകൂടി കാര്യക്ഷമമായി വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തുമ്പോൾ സർവ്വസന്നാഹങ്ങളുമായാണ് ഈ അധികൃതർ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരിക്കുകയും ചെയ്യുന്നത്. അവ വലിയ കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തെരച്ചിലിന്റെ മറ്റൊരു ഘട്ടമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ കൂടുതൽ ആളുകളെ മണ്ണിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരു തെരച്ചിലിനാവും. എന്തായാലും ഈ പെട്ടെന്നൊരു ദുരന്തം നടന്നു ഇത്ര മണിക്കൂറുകൾ കഴിയുമ്പോഴും നമ്മുടെ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമ്പോഴും നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നമ്മൾ ഈ ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ താണ്ടി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു ജനതയാണ്. ഒരു വർഷം ഈ വെള്ളപ്പൊക്കത്തിന്റെ രൂപത്തിലെത്തിയാൽ അടുത്ത വർഷം ഈ ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ വരുന്നു, പ്രളയത്തിന്റെ രൂപത്തിൽ വരുന്നു. ഇങ്ങനെ പലവിധ വർഷങ്ങളായി തന്നെ നമ്മൾ ഈ ദുരന്ത നിവാരണ മാനേജ്മെന്റ് രംഗത്ത് ഒരു പരിധിവരെ കാര്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു നാടാണ്. ഇതിനുള്ള യന്ത്ര സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇതിന് സജ്ജമായ ഒരു കരസേനയും നാവികസേനയും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ശക്തികൾക്കും അപ്പുറം ഈ പല ശക്തികളെ കൊണ്ടും ഈ എത്തിപ്പെടാൻ കഴിയാത്ത ചില ഭൂമികൾ പലയിടങ്ങളിലും ഉണ്ടാവാറുണ്ട്. അത്തരമൊരു ഇടമായി പോയി ഈ ദുരന്തം നടന്നത് എന്ന് തന്നെയാണ് പ്രത്യേകത. എന്തായാലും ആ പരിമിതികൾ ഇന്ന് മറികടക്കാൻ കഴിയും. കൂടുതൽ ആളുകൾക്ക് ഈ സ്ഥലങ്ങളിലേക്ക് എത്താം. അംഗബലത്തിലുപരി ആയുധബലമാണ് ഇന്ന് ഈ ദുരന്ത ഭൂമിയിൽ ഗുണകരമാവുക എന്നത് തന്നെയാണ്
ആളുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷാപ്രവർത്തകർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, സന്നദ്ധ പ്രവർത്തകർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിലൊരു വലിയ വിജയം നേടി കൂടുതൽ ആളുകൾ അനീഷ്, ഞാൻ അനീഷിലേക്ക് വരാം. ഇപ്പോൾ